ചന്ദ്രബാബു നായിഡുവിന് ഇത് എല്ലാം കൊണ്ടും നല്ല സമയമാണെന്ന് പറയാം. തെലുങ്കുദേശം പാർട്ടി അധ്യക്ഷനും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയുമായ ചന്ദ്രബാബു നായിഡുവിൻ്റെ ഭാഗ്യം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിനും ശേഷം നിമിഷ നേരം കൊണ്ടാണ് മാറി മറിഞ്ഞത്. ആന്ധ്രയിൽ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതും കേന്ദ്രഭരണത്തിൽ നിർണായക കക്ഷിയായതും ചന്ദ്രബാബുവിൻ്റെ സമയം തെളിഞ്ഞതിന് തെളിവാണ്. എന്നാൽ ഇതിനെല്ലാം പുറമെ ഓഹരി വിപണിയിൽ നായിഡുവിൻ്റെ കുടുംബമുണ്ടാക്കിയ നേട്ടവും അദ്ദേഹത്തിൻ്റെ സമയത്തോട് ചേർത്ത് പറയാവുന്നതാണ്. ചന്ദ്രബാബു നായിഡുവിൻ്റെ ഭാര്യയുടെ സമ്പത്ത് 5 ദിവസം കൊണ്ട് 579 കോടി രൂപയായാണ് വർദ്ധിച്ചത്. നായിഡുവിൻ്റെ കുടുംബം പ്രൊമോട്ട് ചെയ്യുന്ന ഡയറി സ്ഥാപനമായ ഹെറിറ്റേജ് ഫുഡ്സിന്റെ സ്റ്റോക്ക് ഉയർന്ന സർക്യൂട്ടുകളിൽ ഇടം നേടിയതാണ് നേട്ടമായത്. അമരരാജ എനർജി, ഹെറിറ്റേജ് ഫുഡ്സ്, KPC തുടങ്ങിയ തെലുങ്കുദേശം പാർട്ടിയുമായി ബന്ധപ്പെട്ട ഓഹരികളിൽ വൻ കുതിപ്പാണ് തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ ഉണ്ടായത്. നായിഡുവിൻ്റെ ഭാര്യ ഭുവനേശ്വരിക്ക് 24.37% ഓഹരിയുള്ള ഹെറിറ്റേജ് ഫുഡ്സ് ഓഹരി വില കൂടിയതോടെയാണ് വെറും 5 ദിവസത്തിനുള്ളിൽ ഭുവനേശ്വരിയുടെ ആസ്തി 579 കോടിയായി വർദ്ധിച്ചത്. വെറും 12 സെഷനുകൾക്കുള്ളിൽ സ്റ്റോക്ക് ഇരട്ടിയായി വളർന്നു. നായിഡുവിൻ്റെ കുടുംബത്തിന് ആകെ കമ്പനിയിൽ 35.7% ഓഹരിയുള്ളത്. ഭാര്യ ഭുവനേശ്വരിക്ക് 24.37% ഓഹരിയും മകൻ ലോകേഷിന് 10.82% ഓഹരിയും മരുമകൾ ബ്രാഹ്മണിക്ക് 0.46% ഓഹരിയുണ്ട്. നായിഡുവിൻ്റെ 9 വയസ്സുള്ള കൊച്ചുമകൾ ദേവാൻഷിന് കമ്പനിയിൽ 0.06% ഓഹരിയുണ്ട്. അഥവാ 56,075 ഓഹരികൾ ഉണ്ടെന്ന് എക്സ്ചേഞ്ച് ഡാറ്റ കണക്കുകൾ കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ 6 സെഷനുകളിൽ കമ്പനിയുടെ 70% കുതിച്ചുചാട്ടം നോക്കുമ്പോൾ ദേവാൻഷിയുടെ 56,075 ഓഹരികൾ ജൂൺ 3 2.4 കോടി രൂപയിൽ നിന്ന് 4.1 കോടി രൂപയായി ഉയർന്നിട്ടുണ്ട്. കൂടാതെ ഹെറിറ്റേജ് ഫുഡ്സിൻ്റെ ഓഹരികൾ 10% കൂടി ഉയർന്നതിനെ തുടർന്ന് 6 ട്രേഡിംഗ് സെഷനുകൾക്കുള്ളിൽ കുടുംബത്തിൻ്റെ സമ്പത്ത് 1,100 കോടി രൂപ വർദ്ധിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ അവരുടെ ആസ്തി ഒരാഴ്ച മുമ്പുണ്ടായിരുന്ന 1,319 കോടി രൂപയിൽ നിന്ന് 1,110 കോടി രൂപ ഉയർന്ന് 2,400 കോടി രൂപയായി ഉയർന്നിട്ടുണ്ട്. ജൂൺ 10 NSEയിലെ ഹെറിറ്റേജ് ഫുഡ്സിൻ്റെ ഓഹരികൾ 5.2% ഉയർന്ന് 696 രൂപയിൽ വ്യാപാരം അവസാനിപ്പിച്ചു. 1992 സ്ഥാപിതമായ ഹെറിറ്റേജ് ഫുഡ്സ് ഇന്ത്യയിലെ മുൻനിര മൂല്യവർദ്ധിത ബ്രാൻഡഡ് ഡയറി ഉൽപ്പന്നമാണ്. ഹെറിറ്റേജ് ഫുഡ്സിൻ്റെ പാലും പാലുൽപ്പന്നങ്ങളായ തൈര്, നെയ്യ്, പനീർ, ഫ്ലവേർഡ് പാൽ, പ്രതിരോധശേഷിയുള്ള പാൽ എന്നിവ ഇന്ത്യയിലുടനീളമുള്ള 11 സംസ്ഥാനങ്ങളിലായി 1.5 ദശലക്ഷത്തിലധികം കുടുംബങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് അവകാശപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് സുപ്രഭാതം.